നമ്മുടെ എല്ലാ വേദതത്വങ്ങളും അദ്വൈതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശങ്കരാചാര്യർ അദ്വൈത വേദാന്തത്തെ പിന്തുടർന്നിട്ടും പിന്നെ എന്തിനാണ് അദ്ദേഹം ദേവീദേവന്മാരെ ആരാധിച്ചത്? ദേവതാരൂപങ്ങൾ അസ്തിത്വത്തിൽ ഇല്ല എന്നല്ലേ അദ്വൈതം പറയുന്നത്? ദൈവ ആരാധനയും അദ്വൈത ജ്ഞാനവും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ശങ്കരൻ തന്നെ ശിവനെ, വിഷ്ണുവിനെ, ഗണപതിയെ, സരസ്വതിയെ ആരാധിച്ചത് എന്തിനാണ്? നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. എന്താണ് അദ്വൈത സിദ്ധാന്തം? എന്തുകൊണ്ടാണ് നമ്മൾ ദേവീദേവന്മാരെ ആരാധിക്കുന്നത്? ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാവുന്ന സംശയങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ നല്ലൊരു ഉത്തരമുണ്ടായിരിക്കണം. നാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്കും ധാരാളം സംശയം ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ മൊത്തം കാണുവാൻ നോക്കുക. കൂടാതെ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് നാം മനസ്സിലാക്കിയത്? ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ടെങ്കിലും ആരും ചോദിക്കാറില്ല. അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അദ്വൈത വേദാന്തം അഥവാ അദ്വൈത വേദം എന്നത് ഭാരതീയ തത്വചിന്തയിലെ ഒരു പ്രധാന ശാഖയാണ്. അദ്വൈതം എന്നത് സംസ്കൃതത്തിൽ ദ്വൈതം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. അതായത് ഒന്നായി തന്നെ ഉള്ളത്, ഒന്നിൻ്റെ പുറമെ രണ്ടാമതൊന്നില്ല എന്നതാണ് ഇതിനർത്ഥം. ഇത് ശങ്കരാചാര്യർ പ്രസിദ്ധപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വചിന്ത തന്നെയാണ്. അദ്വൈത വേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതാകുന്നു. ബ്രഹ്മം മാത്രമേ സത്യമാകൂ. ജഗത് മിഥ്യയാണ്. അഹം ബ്രഹ്മാസ്മി. ബ്രഹ്മം എന്നത് എക്കാലത്തും സത്യമായതാണ്. അത് രൂപരഹിതവും ബുദ്ധികൽപ്പനയ്ക്ക് അപ്പുറത്തുള്ളതും അനന്തവുമാണ്. ജഗത് മിഥ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലൗകിക ലോകം ഒരു ഭ്രമം പോലെയാണ്, അതായത് മായ. അതിൻ്റെ യാഥാർത്ഥ്യം അത്രയൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അത് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്നതിൻ്റെ അർത്ഥം ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന തിരിച്ചറിവ്. അതാണ് നമുക്ക് മുക്തിക്കായിട്ട് വഴിയൊരുക്കുന്നത്. വ്യക്തിഗത ആത്മാവെന്നത് ബ്രഹ്മത്തിൻ്റെ പ്രകടനവുമാണ്. ശങ്കരാചാര്യർ ഇങ്ങനെയാണ് പറയുന്നത്: ജ്ഞാനേന മുക്തിഹ, ജ്ഞാനത്തിലൂടെ യഥാർത്ഥ തിരിച്ചറിവ്. അതിൽ കൂടി മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. അദ്വൈതം പറയുന്നത് മോക്ഷത്തിനായി നിങ്ങൾക്ക് മറ്റേതെങ്കിലും അധികമായി ചെയ്യേണ്ടതില്ല. താങ്കൾ ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുക എന്നത് തന്നെ ധാരാളമാണ്. ഒരു ഉദാഹരണത്തിൽ കൂടി ഒന്ന് വ്യക്തമാക്കി തരാം. അതായത് ഒരു കുഴിയിൽ നിന്ന് കയറണം എന്ന് നമുക്ക് തോന്നിയാൽ ഒരു കയറ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചു കയറാൻ അവിടെ എന്തെങ്കിലും വള്ളിയോ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്ക് പിടിച്ചു കയറുവാനുള്ള ഒരു വസ്തുവാണ് അവിടെ ഉള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ആ നിമിഷം നിങ്ങളുടെ ഭയം മാറും. നിങ്ങൾ അതിൽ കൂടി പിടിച്ചു കയറുവാൻ നോക്കും. അതുപോലെ തന്നെയാണ് ബ്രഹ്മവും. നിങ്ങൾ എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത്, ആ സമയം മുതൽ ദുഃഖം, ഭയം, സങ്കടം എല്ലാം അവസാനിക്കും. അദ്വൈതം ദൈവാരാധനയെ നിരാകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദൈവങ്ങളെയോ ദൈവങ്ങളുടെ ആരാധനയോ ഒരിക്കലും നിരോധിക്കുന്നില്ല. പക്ഷേ അത് അന്തിമ യാഥാർത്ഥ്യമായ ബ്രഹ്മത്തെ മാത്രമാണ് കാണുന്നത്. ഭക്തിയും ഉപാസനയും പ്രാഥമിക ഘട്ടങ്ങളായി കാണുന്നു. എന്നാൽ മുക്തിക്ക് ജ്ഞാനം പ്രധാനമാണ്. അദ്വൈത തത്വവും ശങ്കരാചാര്യരുടെ നിലപാടും എന്താണ്? അദ്വൈത വേദാന്തം അന്തിമമായ ഒരു സത്യമാണ്. അൾട്ടിമേറ്റ് റിയാലിറ്റിയാണത്. ആകെയുള്ളത് ബ്രഹ്മം മാത്രമാണ്. എല്ലാം ബ്രഹ്മത്തിലാണ് ലയിക്കുന്നത്. ആ ബ്രഹ്മം രൂപരഹിതമാണ്, നാമരഹിതമാണ്, അനന്തമാണ്, അവിഭാജ്യമാണ്. പക്ഷേ ഈ ജ്ഞാനം സാധാരണ മനുഷ്യർക്ക് ഒരുമിച്ച് പിടിച്ചു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ശങ്കരാചാര്യർ രണ്ട് തലങ്ങളിലായാണ് കാര്യങ്ങളെ കാണുന്നത്. ഒന്ന് പരമാർത്ഥികമായ സത്യം, രണ്ട് വ്യവഹാരികമായ സത്യം. എന്താണ് ആ പരമാർത്ഥ സത്യം? ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥം. എന്താണ് വ്യവഹാരികമായ സത്യം? ലോകം, ദേവതകൾ, ആചാരങ്ങൾ അവയെല്ലാം ഇന്നുള്ളവരാണ്. ഒരേ സമയം ഭ്രമമാണെങ്കിലും അത് അനുഭവിക്കാൻ കഴിയുന്നവ. അതിനാൽ ദേവതകളെ ഉപാസിക്കുക എന്നത് വ്യവഹാരികമായി ശരിയാണെന്ന് ശങ്കരാചാര്യർ സമ്മതിക്കുന്നു. കാരണം അത് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധമാക്കുന്നു, മോക്ഷത്തിന് ഒരുക്കുന്നു.
എന്നാൽ ശങ്കരാചാര്യർ തന്നെ നിർദ്ദേശിച്ച 5 ദേവതാ പൂജകളുണ്ട്. അതായത് ശിവൻ, വിഷ്ണു, ദേവിയുടെ വിവിധ രൂപങ്ങൾ, സൂര്യൻ, ഗണപതി. ഇവയെല്ലാം ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്ന് അദ്വൈതം കാണുന്നുണ്ട്. ഈ എല്ലാ ദേവതകളും ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങൾ മാത്രമാണ് എന്ന് ശങ്കരൻ പറയുന്നു. ഈശ്വരൻ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത് പ്രതിബിംബമാണ്. ദൈവമെന്നത് ബ്രഹ്മം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ലഭിക്കാൻ സ്വീകരിച്ച രൂപഭാവം മാത്രമാണ് അതെന്നും പറയുന്നു. അഭിനിവേശം ഒഴിവാക്കാൻ ഉള്ള മാർഗം എന്താണ്? ശുദ്ധ ജ്ഞാനത്തിലേക്കുള്ള യാത്രയിൽ ഭക്തിയും ദേവാരാധനയും ഉപയോഗിക്കുന്നു. അതിനുശേഷം ജ്ഞാനമുദിക്കുമ്പോൾ ആ രൂപങ്ങളോട് അടിമത്തമാണ് വേണ്ടത്. ഭക്തി ഉപയോഗിച്ച് മനസ്സിനെ ശാന്തമാക്കണം. ധ്യാനം, ജ്ഞാനം വഴി അഹം ബ്രഹ്മാസ്മി എന്ന തിരിച്ചറിവും നേടണം. ശങ്കരാചാര്യർ തൻ്റെ പല കൃതികളിലായും പറയുന്നു, ശിവൻ്റെ അല്ലെങ്കിൽ നാരായണൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമേ അദ്വൈത സാക്ഷാത്കാരം സാധ്യമാകുകയുള്ളൂ. ശങ്കരാചാര്യരുടെ ഒരു കൃതിയാണ് ശിവാനന്ദലഹരി. അതിൽ ശിവൻ സമർപ്പിത ഭക്തിയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടിത്തരുന്നു എന്ന് പറയുന്നു. സുന്ദരലഹരിയിലാകട്ടെ ദേവി ആംഗിക രൂപം വഴി പരബ്രഹ്മത്തിൻ്റെ അനുഭവം നേടിത്തരുന്നു. ഭജഗോവിന്ദത്തിലാകട്ടെ ശ്രീനാരായണനാണ് ദേവതാമൂർത്തി. മൂഢത വിടുക, ബ്രഹ്മം തേടുക എന്നാണ് അതിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഭക്തിമാർഗം ഒരു സാധനയാണ്. ലക്ഷ്യം ബോധജാഗ്രത, അതായത് നിർഗുണ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരവുമാണ്. നമ്മുടെ പുരാണങ്ങളായ ഭാഗവതം, ശിവപുരാണം, ദേവീ ഭാഗവതം എന്നിവയിലെല്ലാം അദ്വൈതം എന്ന തത്വചിന്ത കലർത്തിയിരിക്കുന്നത് കാണാം. ശിവപുരാണത്തിൽ ശിവൻ എന്നത് സാക്ഷാത് ബ്രഹ്മം എന്ന നിലയിലാണ് പറയുന്നത്. ലിംഗം എന്നത് നിർഗുണ രൂപവുമാണ്. ഭാഗവതത്തിൽ നാരായണൻ സർവവ്യാപിയാണ്. ജഗത്തിനെ തൻ്റെ ലീലയായും മായയായുമാണ് കാണുന്നത്. ദേവി ഭാഗവതത്തിലാകട്ടെ ദേവി തന്നെ പരബ്രഹ്മമാണ്, സഗുണവും നിർഗുണവുമായ ഏക തത്വം. ഈ മൂന്നിലും അന്തിമ ലക്ഷ്യം ഒരേ അദ്വൈതബോധമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭക്തിയും അദ്വൈതവും തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശങ്കരാചാര്യർ ഭക്തിയെ വികാരപരമായ ആരാധനയായി അല്ല കണ്ടിരിക്കുന്നത്, മറിച്ച് മനസ്സിനെയും അഹങ്കാരത്തെയും ശമിപ്പിക്കുന്ന തപസ്സായാണ് കാണുന്നത്. ദൈവസ്തുതികൾ വഴിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രുതികളും ഉപനിഷത്തുകളും വെളിപ്പെടുത്തുന്ന അദ്വൈതം അനുഭവിക്കാൻ നമ്മെ നയിക്കുന്നത്. അതായത് ഭക്തിയും അദ്വൈതവും തമ്മിൽ പൊരുത്തമുണ്ട് എന്നതാണ് ഇതിൻ്റെ എല്ലാം സാരാംശം. ഒറ്റ ദിശയിലാണ് ഇവയെല്ലാം സഞ്ചരിക്കുന്നത്. ശങ്കരാചാര്യർ ഇങ്ങനെ പറയുന്നു, ആദ്യം ഭക്തിയായി പ്രത്യക്ഷപ്പെടും, പിന്നെ അത് ജ്ഞാനമായും മാറും. ശിവപുരാണം, ദേവി ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്നീ പ്രധാന പുരാണങ്ങളിൽ അദ്വൈത തത്വം എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിൻ്റെ വിശദീകരണ രൂപം ഇങ്ങനെയാകുന്നു. ശിവപുരാണത്തിലെ അദ്വൈത തത്വം എന്ന് പറയുന്നത് ശിവൻ പരമസത്യവും നിർഗുണബ്രഹ്മവും സർവ തന്മയനുമാണ്. ഇതിലെ പ്രധാന ഭാഗങ്ങൾ ലിംഗമാഹാത്മ്യം, ശിവലിംഗം അദ്വൈതത്തിൻ്റെ പ്രതീകമാണെന്ന് കാട്ടിത്തരുന്നു. അതിൻ്റെ ആകൃതിയില്ലായ്മയും അന്തമില്ലായ്മയും ശിവൻ്റെ അദ്വൈത സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. നാം എല്ലാവരും ലിംഗോദ്ഭവ കഥ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അതായത് ബ്രഹ്മാവും വിഷ്ണുവും ശിവലിംഗത്തിൻ്റെ ആദിയും അന്തവും കണ്ടുപിടിക്കാൻ യാത്ര തിരിച്ചത്. എങ്കിൽ രണ്ടു പേർക്കും അത് കണ്ടെത്തുവാനോ തുടക്കമോ അവസാനമോ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിൻ്റെ സന്ദേശം എന്താണ്? സകലം വേരില്ലാത്ത ആകൃതിയില്ലാത്ത ബ്രഹ്മം എന്നതിൻ്റെ പ്രതീകമാണത്. ശിവൻ എന്നത് സാക്ഷാത് ബ്രഹ്മമാണ്. പലയിടങ്ങളിലും ശിവനെ അജം, അവ്യക്തം, നിരാകാരൻ, നിർഗുണൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് ഉപനിഷത്തുകളിലെ ബ്രഹ്മതത്വത്തിന് തുല്യമാണ്. ഇനി ദേവി ഭാഗവതത്തിലെ അദ്വൈത തത്വമെടുത്താലോ? ദേവിയെ പരബ്രഹ്മം, പ്രപഞ്ച സൃഷ്ടിയുടെ ആധികാരിക ശക്തി, സഗുണ നിർഗുണ സ്വരൂപയായ ബ്രഹ്മം എന്ന നിലയിലാണ് പ്രതിപാദിക്കുന്നത്. ദേവിയെ സർവവിദ്യാദാത്രി, അജ്ഞാനനാശിനി, പരബ്രഹ്മസ്വരൂപ എന്ന നിലയിൽ പറയുന്ന ഭാഗങ്ങൾ നിരവധിയുണ്ട്. ദേവി മഹാത്മ്യത്തിലാകട്ടെ നിത്യേവാഹം ജഗത് സർവം നാനാരൂപേണ സംസ്ഥിത, ഞാനാണ് ഈ ലോകമാകെ വിവിധ രൂപങ്ങളിൽ നിലകൊള്ളുന്നത് എന്നും പറയുന്നു. ഇത് അദ്വൈത വേദാന്തത്തിലെ ബ്രഹ്മം സർവവ്യാപിയാകുന്നു എന്ന ആശയത്തിനോട് പൊരുത്തപ്പെട്ടു നിൽക്കുന്നു. ദേവിയെ നിർഗുണ സ്വരൂപയായി ഭക്തിയോട് ചേർക്കുന്നത് ത്വമേവ സൃഷ്ടി സ്ഥിതി സംഹാര കാരണം, ദേവിയെ തന്നെ സൃഷ്ടി മുതൽ സംഹാരം വരെ ഏകതത്വമായി കാണുന്നു എന്നതിലൂടെയാണ്.
ഇനി ശ്രീമദ് ഭാഗവതത്തിലെ അദ്വൈതതത്വം എങ്ങനെയാണ്? ഭാഗവതം ഭക്തിമാർഗത്തെ ആധാരമാക്കി എഴുതപ്പെട്ടിരുന്നാലും അതിൻ്റെ അന്തസ്സിലുടനീളം അദ്വൈതതത്വം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പുനർജന്മ, അഹങ്കാരം, മോക്ഷം എന്നീ പ്രധാന ഭാഗങ്ങളിൽ ഇവയെ സംബന്ധിച്ച് വലിയൊരു ചിന്ത തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. വാസുദേവം സർവമിതി, വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. വാസുദേവൻ എല്ലായിടവും നിലകൊള്ളുന്ന ഏക സത്യമാണെന്ന് തിരിച്ചറിയുന്നവൻ മഹാത്മാവാണെന്നാണ് അതിൽ പറയുന്നത്. ഇതിലെ തത്വചിന്ത എന്തെന്നാൽ നാനാത്വമില്ല, സകലവും ഒന്നാണ് എന്നതാണ്. ഇനി ഉദ്ധവഗീതയിലാകട്ടെ അനേകം ജ്ഞാനവാക്യങ്ങളും ബ്രഹ്മതത്വചിന്തകളും ഉദ്ധവൻ്റെ ഉപദേശങ്ങളിലുണ്ട്. സത്യം പരമാത്മ, പരമസത്യം ഏക തത്വമാണ് എന്നതാണ് അതിനർത്ഥം. ഭക്തി പ്രാധാന്യമുള്ള പുരാണങ്ങളിൽ പോലും അദ്വൈതതത്വം പരോക്ഷമായും ചിലപ്പോൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഇവ അടിയുറച്ച ഒരു വിശ്വാസമായി തന്നെ ശങ്കരാചാര്യർ ഭക്തിയെ മാർഗമായി ഉപയോഗിച്ച് ആ അദ്വൈത ചിന്തയിലേക്ക് നമ്മെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. നാനാത്വമില്ല എന്നതാണ് അദ്വൈത ചിന്ത, സകലവും ഒന്നാണ് എന്നത്. ഇനി നമുക്ക് സാധാരണ ഉണ്ടാകുന്ന സംശയമാണ്, പല ദൈവങ്ങളെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളെ എങ്ങനെയാണ് സത്യത്തിലേക്ക്, അതായത് ഭക്തിമാർഗത്തിലൂടെ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നത്? വിഷ്ണു, ശിവൻ, ദേവി, ഗണപതി തുടങ്ങിയ ദേവതകൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഗുണഭേദങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഗുണഭേദങ്ങളാണ് നമ്മെ ആചാര്യന്മാർ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആത്മീയ യാത്രയുടെ വിവിധ പാതകളായാണ് അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതും. ഉദാഹരണത്തിന് വിഷ്ണു സംരക്ഷണത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു. ശിവനാകട്ടെ ത്യാഗത്തിൻ്റെയും അന്തർമുഖതയുടെയും പ്രതീകവും, ദേവിയാകട്ടെ ശക്തിയുടെയും പ്രപഞ്ച വിജ്ഞാനത്തിൻ്റെയും പ്രതീകം. ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ ഏത് ദേവതയുടെ വഴിയിലൂടെയും നിങ്ങൾക്ക് പോകാവുന്നതാണ്. പക്ഷേ ഒടുവിൽ താങ്കൾ എത്തുന്നത് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കാണ്. അദ്ദേഹം ഭക്തിയെ ഉപാധിയായാണ് കാണുന്നത്. ഇനി എല്ലാവർക്കും തന്നെ ഉണ്ടാകാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ്, എല്ലാം ഒന്നാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പല ദൈവങ്ങൾ എന്തിനാണ്? ആ ഒറ്റ സത്യത്തിലേക്ക് എത്തുന്ന വഴി ഏതാണോ അത് മാത്രം പോരെ? എല്ലാം ഒറ്റ തത്വമാണെങ്കിലും, അതായത് ബ്രഹ്മം എന്നതാണെങ്കിലും, ആ ഒറ്റ തത്വത്തെയാണ് നമുക്ക് നേരെ ആരാധിക്കേണ്ടത്. അതല്ലേ ശരി? അതോ പല ദൈവങ്ങളുടെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാകുന്നു. മനുഷ്യൻ്റെ മനസ്സിന് ധ്യാനിക്കാവുന്ന ഒരു രൂപം, ഗുണം, അവകാശം, കഥ എന്നിവ വേണം. അതിനാലാണ് ബ്രഹ്മം തന്നെ രൂപം സ്വീകരിച്ചത്. അത് വിഷ്ണു, ശിവൻ, ദേവി എന്നിവയിലായി പല വിധത്തിൽ നാം കാണുന്നു. അതായത് പല ദൈവങ്ങൾ എന്ന് പറയുന്നത് പല ഉപാധികളാണ്. നാം ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നാം സ്വീകരിക്കുന്ന വിവിധ പാതകൾ. ദൈവങ്ങൾ എന്നത് പ്രകൃതിദത്ത മനസ്സിൻ്റെ ഒരു ചാനലാണ്. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ്, ശരിയല്ലേ? ഭക്തൻ്റെ ഭാവം അനുസരിച്ചാണ് ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത്. അതായത് കരുണയോടെയുള്ള ഉണർവാണ് വേണ്ടതെങ്കിൽ നാം വിഷ്ണുവിനെയാണ് തിരഞ്ഞെടുക്കുക. വീരഭാവം, ത്യാഗം ഇവയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ശിവഭഗവാനെയും, മാതൃഭാവം, സംരക്ഷണം ദേവി, ജ്ഞാനം സരസ്വതി, തടസ്സങ്ങൾ മാറ്റൽ ഗണപതി. ഇവിടെ ദൈവം എന്നത് അതത് ഗുണത്തിൻ്റെ പ്രതീകം മാത്രമാണ്. ആ ഗുണങ്ങളാണ് നമ്മളെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നത്. അതായത് നാം ഒരു സ്ഥലത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അതിലേക്ക് വിവിധ പാതകളുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തി അനുസരിച്ച് നാം ഒരു പാത തിരഞ്ഞെടുക്കുന്നു. അതേ തത്വചിന്തയാണ് നാം ഇവിടെ കാണേണ്ടത്. ശുദ്ധ അദ്വൈതം ഭൗമത്തിൽ പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. നിർഗുണ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അതിനാലാണ് ഉപാസന അല്ലെ ആരാധനയുടെ രൂപം, അനുഭവങ്ങളിലൂടെ മനസ്സിനെ ശാന്തമാക്കാനായി രൂപങ്ങൾ വേണ്ടിവരുന്നത്. ശങ്കരാചാര്യർ അതിനെ ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഭക്തി ജ്ഞാനത്തിലേക്ക് നയിക്കേണ്ടിയിരിക്കുന്ന ഉപാധിയാണ്. അദ്വൈത ഭക്തിയുടെ ഘട്ടങ്ങളെന്ന് പറയുന്നത് പലതായ ദൈവങ്ങളിൽ ഭക്തി, ഒരു പ്രധാന ദൈവത്തിൽ ഏകാഗ്രത, ആ ദൈവത്തിൻ്റെ ബ്രഹ്മതത്വം കാണുക, അന്ത്യത്തിൽ ബ്രഹ്മം മാത്രം ആണ് അസ്തിത്വം എന്ന തിരിച്ചറിവ്. ലളിതമായി പറഞ്ഞാൽ ബ്രഹ്മത്തെ ആരാധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആ ദർശനം നേടാൻ നമ്മുടെ മനസ്സിനെ ഒരു ദിവ്യതത്വത്തിലേക്ക് നയിക്കാൻ പല ദൈവങ്ങൾ, പല രൂപങ്ങൾ, പല ഗുണങ്ങൾ എന്നതുപോലെ വിവിധ പാതകൾ നമുക്ക് വേണ്ടി വരുന്നു.
പിന്നീട് ഭക്തൻ ജ്ഞാനം നേടി അവൻ പ്രഗത്ഭനാകുമ്പോൾ ദൈവത്തെ അവൻ അറിയാൻ തുടങ്ങുന്നു, അവൻ അനുഭവിക്കാൻ തുടങ്ങുന്നു. ദൈവവും ഞാനും ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. പല രാഗങ്ങൾ ഒരു സംഗീതത്തിലേക്കാണ് നയിക്കുന്നത്, പല ദീപങ്ങൾ ഒരു പ്രകാശത്തിലേക്ക്. അദ്വൈതത്തിൽ പല ദൈവങ്ങളുടെയും ആരാധന അതൊരു ബോധപാതയാണ്. ലക്ഷ്യമോ ബ്രഹ്മ സാക്ഷാത്കാരോ? ആഴമുള്ളൊരു സംശയം തന്നെയാണ് ഇതില്ലേ? നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. പല ദൈവങ്ങളെ ആരാധിക്കുന്നത് അദ്വൈതത്തിൽ നിർബന്ധമാണോ എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കാം നാം പറയേണ്ട ഉത്തരം? നിർബന്ധമല്ല, എന്നാൽ ഉപാധിയാണ്. അദ്വൈത വേദാന്തം പറയുന്നത് ബ്രഹ്മം മാത്രമാണ് സത്യം, അത് നിരാകാരവും നിർഗുണവുമാണ്. അദ്വൈതത്തിലേക്ക് എത്തുക എന്നത് സ്വയം ബോധത്തിൽ ആ ബ്രഹ്മതത്വത്തെ തിരിച്ചറിയുക എന്നതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കാനും ശുദ്ധിയിലാക്കുവാനും ഭക്തിയുടെ വഴിയിലൂടെ ദൈവത്തിൻ്റെ ഒരു രൂപത്തെ നമുക്ക് ആശ്രയിക്കേണ്ടതുണ്ട്. ഓരോ ഭക്തനും ഓരോ ഭാവനയിലും അതാകാം. അതിനാലാണ് നാം വിഭിന്ന രൂപങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഈ ബ്രഹ്മതത്വത്തെ നമുക്ക് നേരിട്ട് ആരാധിച്ചുകൂടെ? ആരാധിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, പക്ഷേ അതിന് ഉയർന്ന ഒരു ഗുരുവിൻ്റെ മാർഗദർശനം ഉണ്ടായിരിക്കണം. തപസ്സും മാനസിക വൈരാഗ്യവും വേണം. ശങ്കരാചാര്യർ താൻ അദ്വൈത വേദാന്തത്തിൻ്റെ ഗുരുവായിരുന്നാലും ഭക്തിമാർഗത്തെയാണ് സ്വീകരിച്ചത്. ശിവ, വിഷ്ണു, ദേവി എന്നിവർക്കുള്ള സ്തുതികൾ അദ്ദേഹം രചിക്കുകയും ചെയ്തു. ഉപാധികളായ ഭക്തിമാർഗങ്ങൾ ജ്ഞാനത്തിലേക്ക് നയിക്കട്ടെ എന്ന ശുദ്ധ മനോഭാവത്തോടെ. ഇനി ഒരു ചെറിയ ഉദാഹരണം പറയാം. സ്വന്തം കുഞ്ഞിനെ നാം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കുഞ്ഞിൻ്റെ രൂപം. കണ്ണ് കാണാൻ മേലെങ്കിലും നാം സ്പർശിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റണം ഇത് എൻ്റെ കുഞ്ഞാണ് എന്ന്. അല്ലെങ്കിൽ നാം എങ്ങനെ തിരിച്ചറിയും? ആ കുഞ്ഞ് അമ്മയെ അച്ഛനെയോ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? രൂപം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു രൂപം വേണം ആരാധിക്കുവാൻ എന്ന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്കൊരു രൂപം വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൻ്റെ അശുദ്ധി പൂർണ്ണമായും ഇല്ലാതാക്കണം. അഹംഭാവം ഇല്ലാതാകണം. മോഹം ഉണ്ടായിരിക്കുവാനേ പാടില്ല. ഇതൊരു സാധാരണ മനുഷ്യന് പ്രാപ്യമാണോ? അതായത് അഹംഭാവം ഒട്ടും തന്നെ കാണരുത്, മോഹം ഒട്ടും തന്നെ കാണരുത്. എല്ലാ ലൗകിക സുഖങ്ങളെയും വെടിഞ്ഞ് എല്ലാവരിൽ നിന്ന് അകന്ന് ദൈവത്തിൽ മാത്രം, അതായത് ആ പരബ്രഹ്മം എന്ന ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? അങ്ങനെ കഴിഞ്ഞവരാണ് നമ്മുടെ മഹാ ഋഷിമാർ. പക്ഷെ നമുക്കൊരിക്കലും അത്തരം മനസ്സില്ല. അതിനാൽ തന്നെയാണ് ഉപനിഷത്തുകളും ഗീതയും മഹാഭാഗവതവും ദേവി മഹാത്മ്യവും എല്ലാം നാം ഉപാധിയായി സ്വീകരിക്കുന്നത്. നീന്തലറിയാത്ത ഒരാൾ കുളത്തിൽ വീണാൽ, അതായത് ആഴമുള്ള ഒരു കുളത്തിൽ വീണു, എന്താണ് ചെയ്യുക? കൈകാലുകൾ ഇട്ടടിക്കും. എങ്ങനെയും കരയ്ക്ക് വന്നു ചേരുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുമില്ലെങ്കിലും ഉറക്കെ കരയാൻ ശ്രമിക്കും, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ. ഇതുപോലെ തന്നെയാണ് നാം ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന പാത തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപം തിരഞ്ഞെടുക്കുന്നതും. നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ നമ്മുടെ ഈ ജീവിതമാകുന്ന സാഗരത്തിൽ നാം കൈകാലുകളിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നത് നമ്മുടെ മനസ്സിനെ ആധാരമാക്കിയിരിക്കുന്നു, നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവവിഷ്ണു ദേവീ സ്തുതികൾ ശങ്കരാചാര്യർ രചിച്ചത്. ഉപാധികളായ ഭക്തിമാർഗങ്ങൾ ജ്ഞാനത്തിലേക്ക് നയിക്കട്ടെ എന്ന ശുദ്ധ മനോഭാവത്തോടെ. അദ്ദേഹം തന്നെ അത് പ്രകടമായ ജീവിതത്തിലൂടെ കാണിച്ചും തന്നു. അഹം ബ്രഹ്മാസ്മി എന്ന തിരിച്ചറിവിൽ ഉറച്ചു നിന്നിട്ടും പഞ്ചദേവാരാധനയിലൂടെ ഏകസത്യത്തിൽ ലയിപ്പിച്ചു. അന്ത്യസത്യം ഒന്നാണ്, ബ്രഹ്മം. എന്നാൽ അതിലേക്കെത്താൻ വഴികൾ പലതും. ആ വഴികളിൽ ഭക്തിയും ആരാധനയും അത്ഭുതകരമായി നമ്മോട് സഹകരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഏത് ദൈവത്തെയും നീ ഭക്തിയോടെ ഉപാസിക്കും, എന്നാൽ തിരിച്ചറിയണം അവയൊക്കെയും ബ്രഹ്മത്തിൻ്റെ രൂപങ്ങൾ മാത്രമാണ് എന്ന്. അദ്വൈതം കഠിനമായ തത്വശാസ്ത്രമല്ല, അത് ജീവിതത്തിൽ സമത്വവും ഉൾനോട്ടവും നൽകുന്ന ഒരു ദർശനമാണ്.